ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇച്ചിരി ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ആദ്യം തന്നെ എണ്ണിച്ചു, പല്ല് വെച്ചു, ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ തൂത്ത് വൃത്തിയാക്കി പിന്നെ ഫുഡ് കഴിച്ചു. ഇന്ന് പുട്ടും ഏത്തക്ക പുഴുങ്ങിയത് വേണേ, അതൊക്കെ കഴിച്ചു. പിന്നെ അതേ സമയം തന്നെ ദേവൂട്ടി അപ്പുറത്ത് അമ്മയുടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുത്ത കുഞ്ഞ് ഫുഡ് കഴിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അമ്മ തന്നെ കുളിപ്പിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്പ്രേ ഒക്കെ അടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അവളെ ഉറക്കിയ ശേഷം ഞാൻ പോയി കുളിക്കും കേട്ടോ. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെ തന്നെ നെറ്റി സിന്ദൂരം തൊഴേ പൗഡറും അങ്ങനെ കാര്യങ്ങളൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. അപ്പോൾ സിന്ദൂരമൊക്കെ തൊട്ട് പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി കഴുകി കേട്ടോ. കുറേ തുണി വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് രാവിലെ തന്നെ വിരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അല്ലാത്ത തുണിയൊക്കെ കൊണ്ടുവന്ന് കല്ലിൽ കൊണ്ടുപോയി നനച്ചത്. അങ്ങനെ ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് മുകളിലേക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് പോണേ. മുകളിൽ ചെന്നപ്പോൾ തുണി വിരിക്കണ്ടായോ എന്നായിപ്പോയി കേട്ടോ. കാരണം നല്ല മഴക്കോളായിരുന്നേ, വെയിലും മഴക്കോളും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ എന്തും വരട്ടെന്ന് എഴുതിയിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ അയച്ച് ചെടയൊക്കെ എടുത്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെ രാവിലെ എണീച്ച് വാഷിംഗ് മെഷീനിലെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഉണങ്ങിയതും പിറക്കി ഞാൻ പിന്നെ താഴെ പോയി കേട്ടോ. താഴെ ചെന്നപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനാണെങ്കിൽ അവിയലും ചിക്കൻ വറുത്തേ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എന്തെങ്കിലും എരിവിന് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു രസമൊക്കെ വെക്കാമെന്ന്. പിന്നെ രസം വെക്കാൻ വേണ്ടി അരിഞ്ഞ് പറക്കിയെടുത്ത് രസം വെക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ദേവൂട്ടി ഉണ്ടെന്ന് കേട്ടോ. പിന്നെ ദേവൂട്ടിയെ എടുത്ത് കൈ വെച്ചുകൊണ്ട് ഒരുവിധം രസമൊക്കെ ഞാൻ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേവൂട്ടിക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ചൂട് രസവും അവിയലും ചിക്കൻ വറുത്തയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് ഞാനും ദേവൂട്ടിനും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊരു ഉറക്കം പതിവാണേ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയ ശേഷം എണ്ണിച്ച് വൈകിട്ടായപ്പോഴത്തേക്ക് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചായയും സ്നാക്സും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കായംകുളം വരെ പോകണമായിരുന്നേ. അനിയത്തിയുടെ സ്കൂൾ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ബാഗ്, ടിഫിൻ ബോക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തു. പിന്നെ ഫാൻസിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് കുറച്ച് പേരൊക്കെ അവിടേക്ക് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ദേവൂട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകണേ. ദേവൂട്ടിക്ക് അമ്മയാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ദേവൂട്ടി ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു. കുഞ്ഞ് പുറത്തു നിന്നാണ് ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കുഞ്ഞ് ഫുഡ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചു. കുറച്ച് പേരൊക്കെ അവിടേക്ക് ഇരുന്നു, ടി വിയൊക്കെ കണ്ടു, കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച്. അതെല്ലാം കഴിഞ്ഞിട്ട് ദേവൂട്ടി ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ദേവൂട്ടിക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടി ദേവൂട്ടിയെ വിളിക്കുക. പക്ഷേ ദേവൂട്ടി ഒരു തരത്തി വരത്തില്ല. ദേവൂട്ടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കാക്കോ പാത്തേ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെയോ കുഞ്ഞിനെ വിളിച്ചു, ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇരുന്ന് കളിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കാക്ക ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ആളിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പം ഞങ്ങളിനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.